കണ്ണൂർ. ഞാനിന്ന് മലബാർ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതും തലശ്ശേരി സ്റ്റൈലിലുള്ള ബിരിയാണി, ട്രഡീഷണൽ അയക്കൂറ ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഫിഷ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. പാന് ചൂടായാൽ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. ഫിഷ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ 3 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വെള്ള കസ്കസ്, ഒരു 4-5 കാഷ്യൂ നട്ട്സ്, പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്തിട്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചതാണിത്. ഇതിലേക്ക് നമ്മൾ 1 പീസ് ഫിഷ് മാറിനേറ്റ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് 2 വിസിൽ അടിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലെമൺ ജ്യൂസ്, ഒരു നാരങ്ങയുടെ നീര് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള മല്ലിയില കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല തയ്യാറായി. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഈ ഉള്ളി ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും ഗീയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഷെമി ഫ്രം കണ്ണൂർ. ചിരി കൊടുക്കാം. നല്ല ചേച്ചി ആദ്യം തന്നെ ആ ചിരി കയറി പിടിച്ചു. ശരിക്കും കൃഷ്ണയ്ക്ക് തോന്നുന്നില്ലേ? അവിടെ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു ചിരിയാട്ടോ, ഇഷ്ടായി. ഞാൻ അയക്കൂറ വെച്ചിട്ടുള്ള ബിരിയാണി ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിൽ മസാല തയ്യാറാക്കി കഴിഞ്ഞു. അതെ, ഇതിലേക്ക് 1 പീസ് ഫിഷ് അതുപോലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പീസ് ഫിഷ് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചോറുണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഓണിയൻസ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ച്. ഹോം ബേക്കർ ആണോ അതോ ഹോം ഷെഫാണ്? ഹോം ഷെഫ്. ഞാൻ ബിരിയാണിയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ദം സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടൊരു പറഞ്ഞല്ലോ. ശരിയാണ്, നിങ്ങളുടെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ട് അല്ലേ ദം സ്റ്റാർസിൽ 9 പേര് കൂടിയിട്ട് ഒരു ചെറിയൊരു സംരംഭം വീട്ടിൽ തന്നെ ഉണ്ടാക്കും. വീട്ടിൽ തന്നെ. അപ്പൊ നിങ്ങൾ ഈ 9 പേരും കൂടി ചേർന്നാകുമ്പോ അവരവരെ ഏരിയയിൽ നിന്ന് അവരവരുണ്ടാക്കും. അങ്ങനെയാണ്. അല്ലാതെ ഒരാള് ഇപ്പൊ 6 മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചിട്ട് അപ്പൊ 9 പേര് ഓർഡേഴ്സ് അനുസരിച്ചല്ലേ നിങ്ങളുടെ നിങ്ങൾ ചെയ്യും? ഓ, അങ്ങനെ. ഈ 9 പേര് അങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കും. ഒരു ഗ്രൂപ്പാണോ നിങ്ങൾ? നമ്മൾ അതൊരു കോമ്പറ്റീഷന് പോയിട്ട് അതിന്റെ ഫൈനലിസ്റ്റ് ആയിരുന്നു.
അപ്പം അങ്ങനെ അപ്പൊ നമ്മളൊരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു ഫ്രണ്ട്സായിട്ട് നമ്മൾ അങ്ങനെ പോകുന്നു. അപ്പൊ നിങ്ങൾ പ്രോഫിറ്റ് ഷെയറിംഗ് എല്ലാം എങ്ങനെയാണ്? അവരവരുടെ വർക്കില്ല, അവരവരത് അവരവരുടെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ അല്ലേ? അതെ. എന്തൊക്കെ ഐഡിയാസ്. അടിപൊളി. ഓക്കെ, നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ചോറ് റെഡിയാക്കാം. നമ്മൾ ഉള്ളി പൊരിച്ച ഓയിലും വെളിച്ചെണ്ണയും ഗീയും അതിലേക്ക് നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ഗ്രാമ്പു, 2 പീസ് ബേ ലീവ്സ്, ഒരു ചെറിയ കഷ്ണം സിനമൺ. കഴുകി മാറ്റി വെച്ച നമ്മുടെ ജീരകശാല റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരി ഒന്ന് വറുത്തിട്ടാണ് നമ്മൾ ഈ ചോറ് വെക്കുന്നത്. നന്നായിട്ടൊന്ന് നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. വാഴയുടെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നമുക്കിതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ തലശ്ശേരി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ മസാലയും റൈസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. നമ്മളിത് മിക്സ് ചെയ്യുന്നില്ല. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഇവിടെ ഏതാണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലോ. ഞാൻ ദം ചെയ്യാൻ വെച്ച് ദം ചെയ്യാൻ വെച്ച് ഫാസ്റ്റ്. ഇനി ഒരു സാലഡ് ഉണ്ടാക്കുന്നു. പൈനാപ്പിൾ, പൈനാപ്പിൾ, ആപ്പിൾ, പിന്നെ ഓണിയൻ, യോഗേർട്ട്, ആപ്പിൾ സിഡർ വിനേഗർ ചേർത്തിട്ട് ഒരു സാലഡ്, പിന്നെ ഒരു പച്ചമാങ്ങ ചട്നി ഉണ്ടാക്കിയിട്ട്. ഇത് സാധാരണ കൊടുക്കുന്നതാണോ ഇതൊക്കെ? അതെ. ഈ ബിരിയാണിയുടെ കൂടെ അല്ലേ? റെഡിയായി. ഒരു 10 മിനിറ്റ് ദം ചെയ്ത്. ഇതിൽ ദം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ അതിനടിയിൽ ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് ചെയ്യാം. ബുദ്ധിയുണ്ടല്ലേ? കറക്റ്റ്. യെസ്.